നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എവിടെ ഇവിടെ ഇരുന്ന് നിന്റെ ആഭരണം അവിടെ? എടി ചോദിച്ചതിന് മറുപടി പറയാൻ. ഇവിടെ ഇരുന്ന് ആഭരണം അവിടെയെന്ന്. അത് പിന്നെ മര്യാദയ്ക്ക് പറഞ്ഞോ. നീ ഇവിടെ ഇരുന്ന് ആഭരണം എന്താ ചെയ്തേ? പറ. അത് ഞാൻ ഒരാൾക്ക് പണയം വെക്കാൻ കൊടുത്തു. ആർക്ക്? നീ ആർക്കാടി കൊടുത്തേ? പറയാ. അത് ഞാൻ ഇന്ദ്രന് കൊടുത്തു. ഞാൻ അറിയാതെ നിനക്ക് അവരെ സഹായിക്കണം അല്ലേ? എടി അവൻ ആരാടി നിന്റെ? എടി ആരാന്ന് പറയാൻ. നീ മിണ്ടരുത്. കണ്ടോമാർക്കൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗോൾഡ് എടുത്തു കൊടുക്കാൻ നിനക്കൊരു മടിയില്ല. എന്നിട്ട് എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ നിനക്ക് തരാൻ പറ്റില്ല അല്ലേ? അത് ഞാൻ ഗോൾഡ് കയ്യിലില്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ രവിയേട്ടൻ ചോദിച്ചാൽ ഞാൻ തരില്ലെന്ന് തോന്നുന്നുണ്ടോ? എടി മതി നിന്റെ അഭിനയം. ഭർത്താവിന് നീ തന്ന വില ഞാനിപ്പോ കണ്ടത്. പ്ലീസ് രവിയേട്ട, ദേഷ്യപ്പെടാതെ രവിയേട്ട. ഇന്ദ്രന് പണത്തിന്റെ അത്ര അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തു പോയതാ. വിളിക്കവനെ ഇപ്പൊ തന്നെ വേഗം വിളിച്ചു പറ. എന്നിട്ട് ആ ഗോൾഡ് തിരിച്ചെടുപ്പിക്കേ. ആ ഗോൾഡ് എനിക്ക് ഇപ്പൊ കിട്ടണം. അത് ഇപ്പൊ തന്നെ വേണം. അവള് കൊടുത്തേക്കുന്നു. പെട്ടെന്ന് ചോദിച്ച അവൻ എവിടെ നിർത്തി തരാനാ? പാവ ഇന്ദ്രൻ, അവന്റെ കയ്യില് കാശൊന്നും കാണില്ല രവിയേട്ട. ഓ, അപ്പൊ അവനെ കുറിച്ചാണ് നിന്റെ കരുതൽ. എടി എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ പണത്തിന് വേണ്ടി ഓടി നടക്കുന്നതേ നിന്റെ കണ്ണി കാണില്ല അല്ലേ? വേഗം വിളിക്കടി. എടി വിളിക്കാൻ. ഇല്ല, എനിക്കത് വിളിച്ച് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ രവിയേട്ടൻ തന്നെ വിളിച്ചോ. കൊള്ളാം. എടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് അതൊക്കെ. എന്നിട്ട് അത് തിരിച്ചു വാങ്ങാൻ ഞാൻ അവന്റെ മുമ്പിൽ പോയി ഇറക്കണമെന്നാണോ ഇപ്പോ? എടി ഇറക്കണോന്ന്. എന്തിനാ രവിയേട്ടൻ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ആയിക്കോട്ടെ, എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. എനിക്കറിയാടി. നിന്നൊക്കെ പോയി, എല്ലാം പോയി. നീയല്ലേ ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയത്? രവി ചോദിച്ചപ്പോൾ നിനക്ക് കാര്യം പറയാറുന്നില്ലേ? നീ എന്താ എന്നെ കുറ്റപ്പെടുത്താണോ ഇന്ദ്ര? തെറ്റ് ഹർഷയുടെ ഭാഗത്ത് തന്നെയാ. രവി അത്രയും തളർന്നു നിന്ന സമയത്ത് സമാധാനിപ്പിക്കുന്നതിന് പകരം നീ ദേഷ്യം പിടിപ്പിക്കുകയല്ലേ ചെയ്തേ? എനിക്കപ്പോഴേ അങ്ങനെ ചെയ്യാനാ തോന്നിയത്. എനിക്ക് അതിലൊരു കുറ്റബോധം ഇല്ല ഇന്ദ്ര. പക്ഷേ എന്റെ സങ്കടമേ നിന്റെ ഈ പെരുമാറ്റം ഇന്ദ്ര. എന്ത് പെരുമാറ്റം? ഇന്ദ്ര, നിനക്ക് വേണ്ടിയാ ഞാൻ തല്ലുകൊണ്ടത്. എന്നിട്ട് എന്നെ സമാധാനിപ്പിച്ച് 2 വാക്ക് പറയുന്നതിന് പകരം ഇപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നത്? വേറെ ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നീ എന്നെ കുറ്റപ്പെടുത്തിയ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇന്ദ്ര. ഓ, കുറ്റപ്പെടുത്തിയതല്ല, കാര്യം പറഞ്ഞതാ. രവിയോട് പറയാതെ ആ സ്വർണം നീ എനിക്ക് തന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. ഇപ്പോ സ്വർണം ആവശ്യപ്പെട്ട അയാളെ നീ ദേഷ്യം പിടിപ്പിച്ചില്ലേ? ഇനി ഞാൻ എങ്ങനെ രവിയുടെ മുഖത്ത് നോക്കും? ഓ, അപ്പോ നിനക്കതാണ് നിന്റെ പ്രശ്നം. അല്ലാതെ നിനക്ക് വേണ്ടി തല്ലുകൊണ്ട എന്നെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയില്ല. എന്നെ വന്നൊന്ന് കണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കണം നിനക്ക് തോന്നിയില്ലേ ഇന്ദ്ര? ഹർഷേ, അതിലൊക്കെ ഇമ്പോർട്ടന്റ് ഇപ്പൊ രവിയുടെ പണം കൊടുക്കുന്നതാ. അയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള വഴി ഞാൻ നോക്കട്ടെ. രവി മിക്കവാറും ഇങ്ങോട്ടായിരിക്കും പോന്നിരിക്കുക. എന്റെ പൊന്ന് ഇന്ദ്ര, നീ അതൊന്ന് വിട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ മാനസികമായി തളർന്നു നിൽക്കുക ഇന്ദ്ര. നിനക്കെന്താ ഹർഷ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നീ ഫോൺ വെക്ക്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. ഇന്ദ്ര, ഇന്ദ്ര, ഹലോ ഹലോ ഇന്ദ്ര. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും രവിക്ക് പണം കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? സത്യം വിചാരിച്ച ചിലപ്പോ പണം കിട്ടും. ചീരുവിനെ സഹായിച്ച പണം ചിലപ്പോൾ അവന്റെ കയ്യിൽ കാണും. തൽക്കാലം അത് മറിക്കാം. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് സത്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. അതാ ബുദ്ധി. ഹർഷയുടെ കാര്യം പറഞ്ഞ അവൻ പ്രശ്നം ഉണ്ടാക്കും. തൽക്കാലം എന്തായാലും സത്യം വരട്ടെ. ഇതാ അങ്കിൾ. സത്യം പറഞ്ഞു വെച്ച് നോക്കുമ്പോ ആ വിനയനൊരു ഭ്രാന്തനാ. സംശയരോഗമാ അയാൾ തലച്ചോറ് മുഴുവനും. അതെ, അവനെപ്പോലൊരാള് അർഹിക്കാത്ത ഭാര്യ ചീരു. അവൾ അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചിലങ്കയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ സത്യം വേറൊരു വിവാഹത്തിന് തയ്യാറാവണം. വിനയന്റെ കണ്ണിൽ സത്യൻ ഇപ്പോഴും അവിവാഹിതനാ. അതായിരിക്കും അയാളുടെ ഒരു പ്രശ്നം. അത് ശരിയാ. സത്യേട്ടൻ മറ്റൊരു കുടുംബമായി സന്തോഷത്തോടെ കൺമുന്നിൽ ജീവിക്കുമ്പോ വിനയന് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം അന്ന് ചിലങ്ക പറഞ്ഞതുകൊണ്ടാ ഞാൻ മനീഷയെ വിവാഹം കഴിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? എനിക്കോ ചീരുവിനോ മനുഷ്യക്കോ പോലും നല്ലൊരു ജീവിതം ഉണ്ടായില്ല. അത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അന്ന് എനിക്ക് സാധിച്ചില്ല. തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നതിലാ കാര്യം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇനിയും വൈകിട്ടില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാം ഒരു യോഗം. എന്നെ സംബന്ധിച്ചിടത്തോളം അതുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് സത്യേട്ടാ. ഞാൻ കാരണം സത്യേട്ടന്റെ ജീവിതം ഇങ്ങനെ ആയെന്നുള്ള വേദനയാ എനിക്ക്. അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മനീഷ എന്നെ സ്നേഹിച്ചിരുന്നില്ല. സ്നേഹിച്ച ജീവിതം തേടി നീ പോയി. അത് നല്ലതല്ലേ? അല്ലാതെ സ്വയം വഞ്ചിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? സത്യൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാവണം. ഞാൻ വിവാഹം കഴിക്കാം. പക്ഷെ അതിനു മുൻപ് മനീഷ സഞ്ജുവിനൊപ്പം ജീവിക്കാൻ തയ്യാറാവണം. സഞ്ജുവിനപ്പോ? അതെ. തെറ്റ് പറ്റാത്തവരായിട്ട് ആരാ ഉള്ളത്? അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാ കാര്യം. നിങ്ങൾ മനസ്സ് തുറന്ന് സ്നേഹിച്ച് ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച് ഒന്നിച്ചവരാ. ആ നിങ്ങൾ തന്നെയാ ഒന്നിച്ച് ജീവിക്കേണ്ടത്. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. നീ എന്താ ഇത്രയും വൈകിയത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ ഏട്ടാ? സത്യ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3 ലക്ഷം രൂപ വേണം. നീ ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. 3 ലക്ഷം രൂപയോ? എൻ്റെ എവിടുന്നാ ഇപ്പൊ ഇത്രയും കാശ്? എടാ, നീ എവിടെ നിന്നെങ്കിലും ഒന്ന് റെഡിയാക്കി തന്നേ പറ്റൂ. അത്രയ്ക്ക് അത്യാവശ്യമാണ്.